മക്കളെ ഹായ്. ഓക്കെ, നമുക്ക് മൂന്നാമത്തെ ലെസൺ നോക്കട്ടെ. അതായത് നമ്മുടെ ഫസ്റ്റ് യൂണിറ്റിലെ ഗ്ലിംസസ് ഓഫ് ഗ്രീനിലെ മൂന്നാമത്തെ ലെസൺ, മൂന്നാമത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത് ഒരു പോയമാണ്. ആ പോയം ഒരു മനോഹരമായ പോയം, ബ്യൂട്ടിഫുൾ പോയം, ലവ്ലി പോയം, എ നേച്ചർ പോയം, ഒരു പ്രകൃതിയുടെ കവിതയാണ്. അത് എഴുതിയിരിക്കുന്നത് അറിയപ്പെടുന്ന ഒരു വലിയ എന്താണ് നേച്ചർ പോയറ്റ് തന്നെ അറിയപ്പെടുന്ന അദ്ദേഹമാണ് കേട്ടോ. അദ്ദേഹത്തിന്റെ പേര് വില്യം വേർഡ്സ്വർത്ത് എന്നാണ്. അപ്പോൾ ആ വില്യം വേർഡ്സ്വർത്ത് എഴുതിയ അത് അദ്ദേഹം വളരെ വിഷമിച്ച് കരഞ്ഞ് എഴുതിയ ഒരു പോയമാണ് അല്ലെ. ഹാവ് ഐ നോട്ട് റീസൺ ടു ലാമെന്റ് വാട്ട് മാൻ ഹാസ് മേഡ് ഓഫ് മാൻ എന്നൊക്കെയാണ് അദ്ദേഹം അതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. ലാസ്റ്റ് അല്ലെ എന്താ പറഞ്ഞിരിക്കുന്നത്? എനിക്ക് കരയാതിരിക്കാനാവുന്നില്ല, മനുഷ്യൻ ഇത് എന്താ കാണിച്ചു വെച്ചിരിക്കുന്നത് അല്ലെ. അപ്പൊ പ്രകൃതിയെ നശിപ്പിക്കുന്നതിനോട് വളരെയധികം വിഷമത്തോടു കൂടി പ്രതികരിക്കുന്ന ഒരു കവിത. അത് ഇപ്പോഴും എഴുതിയതല്ല, ഒരു 10 150 വർഷം മുമ്പ് അദ്ദേഹം ജീവിച്ചിരുന്ന കാലഘട്ടം, 170 വർഷം മുമ്പ് അദ്ദേഹം ജീവിച്ചിരുന്ന സമയത്ത് അന്ന് പോലും മനുഷ്യൻ പ്രകൃതി ഇത്രയധികം ദ്രോഹിച്ചിരുന്നു. അന്ന് എഴുതിയ കവിതയാണ്. ആ കവിത നമുക്ക് നോക്കാം കേട്ടോ. അപ്പോ ലൈൻസ് റിട്ടൺ ഇൻ ഏർലി സ്പ്രിംഗ് കേട്ടോ. ലൈൻസ് റിട്ടൺ ഇൻ ഏർലി സ്പ്രിംഗ് എന്ന് പറയുന്ന ഈ പോയം നിങ്ങളുടെ ഒരു ടെക്സ്റ്റിൽ തന്നെ ഇത് കാണിച്ചിരിക്കുന്നത് കണ്ടില്ലേ? മനുഷ്യൻ പ്രകൃതി എങ്ങനെ കാർന്ന് തിന്നുകൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ കണ്ടോ. ഇതൊക്കെ വെച്ചിട്ട് മാന്തി ഇപ്പുറത്തുള്ള മനുഷ്യന്റെ ജീവിതം എന്താന്ന് നോക്കി, ഭയങ്കര ചൂടുള്ള, ഭയങ്കര വെയിലുള്ള, ഭയങ്കര പുകയുള്ള ജീവിതമാണ്. അതിൻ്റെ ഇടയിൽ നിന്ന് അപ്പുറത്തുള്ള നല്ല ജീവിതത്തിൽ ഇരിക്കുന്ന പ്രകൃതിയെയും കൂടി പിന്നെ നശിപ്പിക്കുകയാണ്. ഇതാണ് ആ പോയം അല്ലെ. ആ പോയം പറയുന്നത് ഇതാണ്: In lines written in early spring, William Wordsworth admires the beauty of nature as he sits in a peaceful grove. അദ്ദേഹം ഒരു ചെറിയ തോട്ടത്തിൽ ഇങ്ങനെ ഇരിക്കുകയാണ്, സുഖിച്ചിങ്ങനെ ചാരിക്കിടുന്നപ്പോ അദ്ദേഹത്തിന്റെ മനസ്സിലേക്ക് വന്ന കുറച്ച് തോട്ട്സ് ആണ് ഈ പോയം. അപ്പോൾ അദ്ദേഹം ഇങ്ങനെ ആ ഒരു പീസ്ഫുൾ ആയിട്ടുള്ള ആ ഒരു അന്തരീക്ഷവും പ്രകൃതിയൊക്കെ ഇങ്ങനെ അഡ്മയർ ചെയ്തുകൊണ്ട് ഇങ്ങനെ സുഖിച്ചിങ്ങനെ നല്ല രസമായിട്ട് ഇങ്ങനെ വിശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അദ്ദേഹത്തിന്റെ മനസ്സിൽ ചില തോട്ട്സ് വരുന്നത് കേട്ടോ. He notices how everything in nature seems happy and in harmony. അദ്ദേഹം നോക്കുമ്പോൾ പ്രകൃതിയിലെല്ലാം എത്ര മനോഹരമായിട്ട്, എത്ര ഇണചേർന്നാണ് ജീവിക്കുന്നത് എല്ലാ പ്രകൃതിയിലുള്ള ജീവികളും വസ്തുക്കളും എല്ലാം. However, this also makes him sad as he thinks about how humanity has drifted away from this natural happiness. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ അദ്ദേഹത്തിനുള്ളിൽ ആ വിഷമം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, എങ്ങനെയാണ് ഈ മനുഷ്യരെന്ന് പറയുന്നല്ലേ, മനുഷ്യകുലം എന്ന് പറയുന്ന ഈ ഒരു ജീവികള്, ഈ മനുഷ്യന്മാര് ഈ ഒരു നാച്ചുറൽ ലൈഫിൽ നിന്ന് എത്രത്തോളം ഡ്രിഫ്റ്റ് ചെയ്ത് പോയിരിക്കുന്നു, എത്രത്തോളം അകന്ന് മാറിയിരിക്കുന്നു അവര്. ബാക്കിയെല്ലാ ജീവികളും വളരെ പ്രകൃതിയുമായിട്ട് ഇണചേർന്ന് ജീവിക്കുകയാണ്. മനുഷ്യൻ മാത്രം അതിൽ നിന്നെല്ലാം മാറി പ്രകൃതിയെ ദ്രോഹിക്കുകയാണ്. The poem contrasts the joy found in nature with the struggles people face, expressing Wordsworth's love for nature and concern for the loss of our connection to it. അപ്പോൾ അദ്ദേഹത്തിന്റെ ഒരു കൺസേൺ, അദ്ദേഹത്തിന്റെ ഒരു ആശങ്ക ഇതിനകത്ത് നന്നായിട്ട് പ്രകടിപ്പിക്കുന്നുണ്ട്. എന്താണ് ഈ നമ്മൾ മനുഷ്യരും മറ്റ് പ്രകൃതിയുമായിട്ടുള്ള ഒരു കണക്ഷനൊക്കെ പോയില്ല ഇപ്പൊ. ആ കണക്ഷൻ പോയതിനെ പറ്റിയൊക്കെയാണ് ഇതിനകത്ത് കൂടുതൽ അദ്ദേഹം സംസാരിക്കുന്നത് അല്ലെ. ഓക്കെ, നമുക്ക് നോക്കാം ഈ പോയത്തിന്റെ ഒരു ഹിസ്റ്ററി എന്താണ് നമ്മുടെ എക്സാംസിൽ കേട്ടോ. ഇതാ പിടിച്ചോ. വളരെ ഇമ്പോർട്ടന്റ് എന്ന് ഞാൻ പറഞ്ഞ ഇമ്പോർട്ടന്റ് തന്നെയാണ്. കാരണം എന്താ അറിയോ, മറ്റേ പോയല്ലടാ ബ്ലോയിങ് ഇൻ ദ വിൻഡ്, അതിനേക്കാളും ഇമ്പോർട്ടന്റ് ഈ പോയത്തിനുണ്ട് എപ്പോഴും. കാരണം ഇതിനകത്ത് നിന്ന് ഒരുപാട് തവണ കണ്ടോ അപ്രീസിയേഷൻ, ഇത് തന്നെയാണ് അപ്രീസിയേഷൻ ചോദിക്കുന്നത് എല്ലാ വർഷവും. ഇതേ നോക്കി 2023, 22, 19 ഇത് കംപ്ലീറ്റ് ഈ പോയത്തിൽ നിന്നുള്ള അപ്രീസിയേഷൻ തന്നെയാണ് ചോദിച്ചിരിക്കുന്നത്. ഒരു 2 വർഷം എന്താണ് മറ്റേ പോയത്തിന് ഒരു ചാൻസ് കൂടി കൊടുത്തിട്ടില്ല. ഇതേ 2019 അപ്രീസിയേഷനും ക്വസ്റ്റ്യൻ ആൻസറും ഈ പോയത്തിന്റെ തന്നെ. 2023 അപ്രീസിയേഷനും ക്വസ്റ്റ്യൻ ആൻസറും ഈ പോയത്തിന്റെ തന്നെ. മറ്റേ പോയത്തിൽ നിന്ന് ഒന്നുമില്ല. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയിട്ട് ഇമ്പോർട്ടൻസ്. അപ്പൊ ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയാണ്. അപ്രീസിയേഷൻ പ്രത്യേകിച്ച് കേട്ടോ. അപ്രീസിയേഷൻ എനിക്ക് തോന്നുന്നു മിക്കവാറും ഈ പോയത്തിന്റെ തന്നെ ആയിരിക്കും അപ്രീസിയേഷൻ ചോദിക്കുക. ലൈൻസ് റിട്ടൺ ഇൻ ഏർലി സ്പ്രിംഗ് ആയിരിക്കും ചിലപ്പോൾ. ആ പോയത്തിൽ ഇനിയിപ്പോ ചില ചോദിക്കാൻ സാധ്യതയില്ല. അപ്പൊ നോട്ട് ചെയ്തോ, അപ്രീസിയേഷൻ ഈ പോയത്തിന്റെയും ക്വസ്റ്റ്യൻ ആൻസർ മറ്റേ പോയത്തിന്റെ ആവാൻ സാധ്യതയുണ്ട് കേട്ടോ. ഓക്കെ, ഇതിനൊരു ഹിസ്റ്ററി മനസ്സിലായില്ലേ? ഇനി നമുക്ക് ഇതിനകത്തെ ബാക്കി ക്വസ്റ്റ്യൻസ് ഒക്കെ എങ്ങനെയാണ് നോക്കാൻ പോകുന്നത് കേട്ടോ. ഈ പോയത്തിൽ ധാരാളം എന്തുണ്ട്, പോയറ്റിക് ഡിവൈസസ് ഉണ്ട്. പോയറ്റിക് ഡിവൈസസ് എന്ന് പറഞ്ഞാൽ എന്താണ്? പോയറ്റിക് ഡിവൈസ് നമ്മുടെ പോയറ്റ്സ് മനഃപൂർവ്വം അതിനകത്ത് ഉൾപ്പെടുത്തുന്ന ചില പ്രയോഗങ്ങളാണ്. നമ്മളെ പോയം വായിക്കുമ്പോൾ നമുക്ക് നല്ല ഇൻട്രസ്റ്റ് തോന്നിക്കാൻ, ചില കാര്യങ്ങളൊന്ന് എംഫസൈസ് ചെയ്ത് ഒന്ന് പ്രത്യേകിച്ച് എടുത്തു പറയാനൊക്കെ അവരുപയോഗിക്കുന്ന ചില ട്രിക്സ് ആണ് ഈ പോയറ്റിക് ഡിവൈസസ് എന്ന് പറയുന്നത്. അതിനകത്ത് പ്രധാനപ്പെട്ട ഒന്നാണ് ഈ ഹൈപ്പർബലെ എന്ന് പറയുന്നത് കേട്ടോ. ഹൈപ്പർബലെ എന്ന് പറയുന്നത് ഒരു വളരെ രസകരമായിട്ടുള്ള ഒരു പോയറ്റിക് ഡിവൈസ് ആണ്. അത് ഇതിനകത്ത് പ്രയോഗിച്ചിട്ടുണ്ട്. ഇത് എക്സാഗ്രേറ്റഡ് ആയിട്ടുള്ള ചില വാക്കുകളാണ്. അതായത് നമ്മൾ ചില അതിശയോക്തി കലർന്ന് ചില കാര്യങ്ങൾ പറയൂലേ, അതിനെയാണ് ഹൈപ്പർബലെ എന്ന് പറയാം. അതായത് ഒരു ഉദാഹരണത്തിനകത്ത് ഇതാ കൊടുത്തിരിക്കുന്നത് ഇതാണ് കേട്ടോ. ഐ ഹേർഡ് 1000 ബ്ലെൻഡഡ് നോട്ട്സ്. ഞാനൊരു 1000 ശബ്ദങ്ങൾ ഒരുമിച്ച് എന്റെ ചെവിട്ടിലൂടെ കേട്ടു എന്ന് കവി പറയുന്നുണ്ട്. അതിനർത്ഥം എന്താണ്? 1000 ശബ്ദങ്ങൾ ആർക്കെങ്കിലും ഒരുമിച്ച് കേൾക്കാൻ പറ്റുമോ? 1-2 ശബ്ദം കുഴപ്പമില്ല, ഒരു 10 ശബ്ദമായാൽ തന്നെ നമുക്ക് ആകെപ്പാടെ പ്രശ്നമാവും. ഇതിൻ്റെ അടുത്ത് കവി പറയാണ് ഞാനൊരു 1000 ശബ്ദം
1000 ഇടകലർന്ന ശബ്ദങ്ങൾ, ബ്ലെൻഡ് ആയിട്ടുള്ള നോട്ട്സ് എന്ന് ഉദ്ദേശിച്ച ശബ്ദങ്ങളെ ഉദ്ദേശിക്കുന്നത്, സ്വരങ്ങളെ ഉദ്ദേശിക്കുന്നത്, ഞാൻ എന്റെ ചെവിയിൽ കേട്ടു എന്ന് അദ്ദേഹം പറയാണ്. സോ ഇറ്റ്സ് ആൻ എക്സാഗ്രേഷൻ. അതൊരു അതിശയോക്തിയാണ് അല്ലെ. അപ്പൊ അതിനെ നമുക്ക് പറയാം എക്സാമ്പിൾ ഓഫ് ഹൈപ്പർബലെ കേട്ടോ. അപ്പൊ ഹൈപ്പർബലയുടെ എക്സാമ്പിൾ നമുക്ക് ഇതിനകത്ത് എടുത്ത് കാണിക്കാവുന്നതാണ്. ഇനി അടുത്തൊരു പോയിന്റ് ഡിവൈസ് ഇതിനകത്ത് പ്രധാനമായിട്ടുള്ളത് അലിട്രേഷൻ ആണ്. അലിട്രേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അലിട്രേഷൻ എന്ന് പറഞ്ഞാൽ നമ്മളുടെ കൺസോണന്റ് സൗണ്ട് ഒരു വാക്കിൽ നമ്മൾ അതിന്റെ തുടക്കത്തിൽ കൺസോണന്റ് സൗണ്ടിലാണ് ആ വാക്ക് തുടങ്ങുന്നതെങ്കിൽ അതേ കൺസോണന്റ് സൗണ്ടിൽ തന്നെ മറ്റൊരു വാക്ക് തൊട്ടടുത്ത് തന്നെ കിടപ്പുണ്ടാവും. അതേ സൗണ്ടോടുകൂടി തുടങ്ങുന്ന വാക്കുകൾ അടുത്തടുത്ത് കിടക്കുന്നുണ്ടെങ്കിൽ അതിന് പറയുന്ന പേരാണ് അലിട്രേഷൻ കേട്ടോ. അലിട്രേഷൻ ഈസ് ദ റിപ്പിറ്റേഷൻ ഓഫ് ആൻ ഇനീഷ്യൽ കൺസോണന്റ് സൗണ്ട് in words that are in close proximity to each other. അതായത് തൊട്ടടുത്ത് ക്ലോസ് പ്രോക്സിമിറ്റി എന്ന് ഉദ്ദേശിക്കുന്നത് തൊട്ടടുത്ത് കിടക്കുന്ന വാക്കുകളുടെ തുടക്കത്തിലെ അക്ഷരം ഒരു കൺസോണന്റ് സൗണ്ട് ആണ്. അത് ഒരേപോലെയാണ് വന്നിരിക്കുന്നതെങ്കിൽ നമുക്ക് അലിട്രേഷൻ എന്ന് പറയാം. ഉദാഹരണം അവിടെയുണ്ട്, നമ്മുടെ പോയത്തിൽ എടുത്ത് പറയാവുന്നതാണ്. വാട്ട് മാൻ ഹാസ് മെയ്ഡ് ഓഫ് മാൻ കണ്ടോ, മാൻ ഹാസ് മെയ്ഡ് ഓഫ് മാൻ, മാൻ 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 കണ്ടോ, ഒരേ സൗണ്ടല്ലേ റിപ്പീറ്റ് ചെയ്യുന്നത്. അതുപോലെ that there was pleasure there, that there was pleasure there, the കണ്ടോ, ഒരേ കൺസോണന്റ് സൗണ്ട് തുടക്കത്തിൽ ഇങ്ങനെ ആവർത്തിച്ച് വരുന്നു. കിട്ടിയോ അലിട്രേഷൻ? ഇത് ഈ പോയത്തിൽ നിന്ന് ചോദിക്കാൻ സാധ്യതയുണ്ട് കേട്ടോ. അപ്പൊ ഈ പോയത്തിൽ നിന്ന് ചോദ്യങ്ങളാണ് വരുന്നതെങ്കിൽ നിങ്ങൾക്ക് ധാരാളം പോയറ്റിക് ഡിവൈസസിനെ പറ്റി ചോദിക്കാൻ സാധ്യതയുണ്ട് കേട്ടോ. അപ്പൊ ഈ ഹൈപ്പർബോളയും അലിട്രേഷൻ ഒക്കെ ഓർത്ത് വെച്ചോ, എവിടെയാണുള്ളതെന്നൊക്കെ കൃത്യമായിട്ട് നോട്ട് ചെയ്ത് വെച്ചോ. പേഴ്സോണിഫിക്കേഷൻ ഉണ്ട് ഈ പോയത്തിൽ, നല്ലോണം ഉണ്ട് പേഴ്സോണിഫിക്കേഷൻ. എന്താ പേഴ്സോണിഫിക്കേഷൻ? ഇത് നമ്മൾ ഒരു പോയ എഴുതുമ്പോൾ ജീവനില്ലാത്ത വസ്തുക്കളെ പറ്റി നമ്മൾ എഴുതുമ്പോൾ നമ്മൾ അതിന് ജീവൻ കൊടുത്തുകൊണ്ട് എഴുതുകയാണെങ്കിൽ അതിനെ പറയുന്ന പേരാണ് പേഴ്സോണിഫിക്കേഷൻ. ഇപ്പൊ ഞാനിപ്പോ ഒരു പോയ എഴുതുകയാണ്. ഇപ്പൊ ഞാൻ നോക്കുമ്പോൾ എന്റെ വീട്ടിലൊരു എന്താണ് ഒരു പേനയുണ്ട്, എന്റെ പേന കേട്ടോ. എന്റെ പേന എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ഞാൻ പറയാണ് മൈ പെൻ ഓൾവേസ് ടോക്സ് ടു മീ. എന്റെ പേന എന്നോട് എപ്പോഴും സംസാരിക്കാറുണ്ടെന്ന് ഞാൻ പറയാണ്. ദാറ്റ് മീൻസ് ഞാൻ എന്താ ചെയ്തത്? ജീവനില്ലാത്ത പേനയ്ക്ക് ഞാൻ ജീവൻ കൊടുക്കുകയാണ്. അതായത് മനുഷ്യന്റേതായിട്ടുള്ള ക്വാളിറ്റീസ് വെച്ച് കൊടുക്കുകയാണ്. ദാറ്റ് ഈസ് കോൾഡ് പേഴ്സോണിഫിക്കേഷൻ. അപ്പൊ എന്താണ് പേഴ്സോണിഫിക്കേഷൻ? ഇസ് എ ടൈപ്പ് ഓഫ് ഫിഗറേറ്റീവ് ലാംഗ്വേജ് ദാറ്റ് ഗിവ്സ് ഹ്യൂമൻ ക്യാരക്ടറിസ്റ്റിക്സ് ടു നോൺ ഹ്യൂമൻ തിങ്സ് ഓർ ഇൻഅനിമേറ്റ് ഒബ്ജക്ട്സ്. ഗിവിംഗ് ഹ്യൂമൻ ക്യാരക്ടറിസ്റ്റിക്സ് ടു നോൺ ഹ്യൂമൻ തിങ്സ് ഓർ ഇൻഅനിമേറ്റഡ് ഒബ്ജക്ട്സ് കേട്ടോ. അപ്പോ എന്താ ഉദ്ദേശിക്കുന്നത്? അതായത് നമ്മൾക്ക് ഈ ജീവനില്ലാത്തതും മറ്റു മനുഷ്യരല്ലാത്തതായിട്ടുള്ള വസ്തുക്കൾക്ക്, ജീവികൾക്കും മനുഷ്യന്റേതായിട്ടുള്ള ഗുണങ്ങൾ വെച്ചു കൊടുക്കുന്നു. ഇപ്പൊ നൃത്തം ചെയ്യുക, അല്ലെങ്കിൽ സംസാരിക്കുക, ചിരിക്കുക എന്നൊക്കെ പറഞ്ഞ എന്താണ്? മനുഷ്യന്റെ ഗുണങ്ങളാണ്. അത് ഇവർക്ക് ഇല്ലാത്ത ജീവികൾക്കോ മറ്റോ വെച്ചു കൊടുക്കുന്നതിന് നമ്മൾ പേഴ്സോണിഫിക്കേഷൻ എന്ന് പറയും. ഓക്കെ, എന്നാലും നമുക്ക് ഈ ചോദ്യങ്ങളൊക്കെ പ്രതീക്ഷിക്കാം. എക്സാമ്പിൾ ആയിട്ട് നോക്കാനാണ് ഇതൊക്കെ പറയാം. എന്താണ്? ടു ഹെർ ഫെയർ വർക്ക്സ് ഡിഡ് നേച്ചർ ലിങ്ക് ദ ഹ്യൂമൻ സോൾ ദാറ്റ് ത്രൂ മീ റാൻ എന്ന് പറയുമ്പോൾ നേച്ചർ ഒരു നല്ലൊരു പുണ്യമായ ഒരു പ്രവൃത്തിയിലൂടെ മനുഷ്യന്റെ ഹൃദയത്തെ അവരുടെ ഹൃദയവുമായിട്ട് ബന്ധിപ്പിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ നേച്ചർ ഒരു വലിയ ഒരു മനുഷ്യനോ അല്ലെങ്കിൽ മനുഷ്യനേക്കാൾ ഉയർന്ന തലത്തിലുള്ള ഒരു ദേവതയോ മറ്റോ ആയി കാണുകയാണ്. അത് മാത്രമല്ല നേച്ചറിന് ഹൃദയമുണ്ട് എന്നൊക്കെ പറയുമ്പോൾ അത് മനുഷ്യന്റേതായിട്ടുള്ള ചില ഗുണങ്ങൾ നേച്ചറിന് വെച്ചു കൊടുത്തതല്ലേ. അപ്പൊ അവിടെ എന്ത് പേഴ്സോണിഫിക്കേഷൻ ഉണ്ട്? പിന്നെ എവറി ഫ്ലവർ എൻജോയ്സ് ദ എയർ ഇറ്റ് ബ്രീത്ത്സ്. എന്താണ്? ഈ ഫ്ലവർ ഇങ്ങനെ നിന്ന് വായിൽ നിന്ന് ആടുന്ന കാണുമ്പോൾ നമ്മുടെ വേർഡ്സ് വർത്തിന് തോന്നുകയാണ്, ഓ ഫ്ലവർ ദാ എൻജോയ് ചെയ്യാണ്, ഓരോ ബ്രീത്തും എൻജോയ് ചെയ്യാണ് ആ ഫ്ലവർ. എന്നാലോചിച്ച് നോക്കിയാൽ ഫ്ലവർ ഒരിക്കലും ബ്രീത്ത് എൻജോയ് ചെയ്യോ? ഫ്ലവർ ബ്രീത്ത് ചെയ്യോ? ഇറ്റ്സ് അൻ ഇൻഅനിമേറ്റഡ് തിങ്. ശരിക്കും പറഞ്ഞാൽ ജീവൻ ഉണ്ടെന്ന് പറയാമെങ്കിൽ അത് ആ ഒരു ചെടിയുടെ അല്ലെങ്കിൽ ഒരു ട്രീയുടെ ഒരു ഭാഗം മാത്രമാണ് അല്ലെ, അതിനൊറ്റയ്ക്ക് ജീവനില്ല. സോ ഇവിടെ അതിനെയും ഇങ്ങനെ ആസ്വദിക്കുന്ന ഒരു മനുഷ്യനെ പോലെ കണ്ടുകൊണ്ട് നമ്മുടെ കവി പറഞ്ഞിരിക്കുകയാണ്. സോ ദർ ഇസ് ഓൾസോ പേഴ്സോണിഫിക്കേഷൻ. അവിടെയും പേഴ്സോണിഫിക്കേഷൻ ഉണ്ട്. അവസാനം പറയുന്ന നേച്ചർ ഹോളി പ്ലാൻ. നേച്ചർ പ്രകൃതിയുടെ വിശിഷ്ടമായ പദ്ധതി അല്ലെങ്കിൽ പവിത്രമായ പദ്ധതി അല്ലെ. അപ്പൊ അങ്ങനെയൊക്കെ പറയുമ്പോൾ പ്രകൃതിയുടെ പദ്ധതി എന്ന് പറയുമ്പോൾ പ്രകൃതി പദ്ധതി തയ്യാറാക്കുന്ന ഒരാളായിട്ടാണ് അവിടെ കണ്ടിരിക്കുന്നത് അല്ലെ. ആ അർത്ഥത്തിൽ നോക്കുകയാണെങ്കിൽ അവിടെ എന്തുണ്ട്? പേഴ്സോണിഫിക്കേഷൻ. കിട്ടിയ? ഇതാണ് പേഴ്സോണിഫിക്കേഷൻ. ചോദ്യങ്ങൾ വരും പേഴ്സോണിഫിക്കേഷൻ ഉറപ്പാണ്. കാരണം 2, 3, 4 ഉദാഹരണങ്ങൾ നമുക്ക് ആ പോയത്തിൽ നിന്ന് എടുത്ത് പറയാൻ പറ്റും കേട്ടോ. ഇങ്ങനെ മനുഷ്യ ഗുണങ്ങൾ ഇല്ലാത്ത വസ്തുക്കൾക്ക് വെച്ചു കൊടുത്തതിനെ പറ്റി. മകളെ ശ്രദ്ധിച്ചോ? പേഴ്സോണിഫിക്കേഷൻ കേട്ടോ. അപ്പൊ നമുക്ക് ഈ അലിട്രേഷനും എന്താണ് ഹൈപ്പർബലയും പേഴ്സോണിഫിക്കേഷനൊക്കെ ഇതിൽ നിന്ന് വരാവുന്ന ചോദ്യമാണ്. മറ്റൊരു ചോദ്യമാണ് മക്കളെ ഇമേജറി. ഇമേജറി എന്ന് പറഞ്ഞാൽ വിഷ്വൽ ഇമേജ്, ഓഡിറ്ററി ഇമേജ്, ടാക്ടൈൽ ഇമേജ്. ഇതൊക്കെ എന്താണ്? അതായത് നമ്മൾ ഒരു പോയം വായിക്കുന്ന സമയത്ത് നമ്മുടെ മനസ്സിൽ എന്തെങ്കിലും ചിത്രങ്ങൾ വരുന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് കോൾഡ് വിഷ്വൽ ഇമേജ് കേട്ടോ. പിന്നെ ഒരു പോയം വായിക്കുന്ന സമയത്ത് നമ്മുടെ മനസ്സിൽ എന്തെങ്കിലും ശബ്ദങ്ങൾ കേൾക്കുന്നതായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് കോൾഡ് ഓഡിറ്ററി ഇമേജ് കേട്ടോ. പിന്നെ ടാക്ടൈൽ ഇമേജ് എന്താണ്? നമ്മൾ ഒരു പോയം വായിക്കുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിൽ എന്തെങ്കിലും തൊടുന്നതായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ ഇപ്പൊ ബ്രീസ് എന്താണ് പറഞ്ഞിരിക്കുന്നുണ്ട്, ബ്രീസി എയർ
ഇളം കാറ്റ് എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ശരീരത്തിൽ ഇങ്ങനെ തൊട്ടു പോകുന്നതല്ലേ, അല്ലാണ്ട് നമുക്ക് കാണാൻ പറ്റില്ലല്ലോ, കേൾക്കാനും പറ്റില്ല ചിലപ്പോൾ. അപ്പൊ ഇങ്ങനെ തൊട്ടു പോകുന്നതായതുകൊണ്ട് നമുക്ക് ഫീൽ ചെയ്യുന്ന കാര്യമാണ്. അപ്പൊ നമുക്കത് എന്തായിട്ട് പറയാം? ടാക്ടൈൽ ഇമേജ് ആയിട്ട് പറയാം. കണ്ടോ, ടാക്ടൈൽ ഇമേജിന് ഉദാഹരണമായിട്ട് എന്ത് കൊടുക്കാം? ബ്രീസി എയർ. ഓഡിറ്ററി ഇമേജിന് എക്സാമ്പിൾ ആയിട്ട് എന്ത് കൊടുക്കാം? ഈ പോയത്തിൽ നിന്ന് ഐ ഹേർഡ് 1000 ബ്ലെൻഡഡ് നോട്ട്സ്. കണ്ടോ, 1000 ശബ്ദങ്ങൾ ഞാൻ കേട്ടു. അപ്പൊ നിങ്ങൾ വിചാരിക്കും ഇത് നേരത്തെ പറഞ്ഞതിന്റെ എക്സാമ്പിൾ അല്ലേ? അതെ, ഈ കാര്യം ഓഡിറ്ററി ഇമേജിന്റെ എക്സാമ്പിളും ആണ്, ഹൈപ്പർബലയുടെ എക്സാമ്പിളും ആണ്. രണ്ട് എക്സാമ്പിൾ ആയിട്ട് കൊടുക്കാം കേട്ടോ. ഇനി ലാമെന്റ് അവസാനം പറഞ്ഞിട്ടുണ്ട്. ലാമെന്റ് എന്ന് പറയുന്ന അർത്ഥം കരയുക, തേങ്ങി കരയുക അല്ലെ? ഹാവ് ഐ നോട്ട് റീസൺ ടു ലാമെന്റ് എന്ന് നമ്മുടെ കവി പറയുമ്പോൾ അദ്ദേഹം തേങ്ങി കരയുകയാണ്. കരയുന്നതെന്ന് പറഞ്ഞാൽ ഒരാൾക്ക് കേൾക്കാവുന്ന ഒരു ശബ്ദമാണ്. അപ്പൊ അതിനെ നമുക്ക് ഓഡിറ്ററി ഇമേജിൽ പെടുത്താം കേട്ടോ. അപ്പൊ ഓഡിറ്ററി ഇമേജിന്റെയും ടാക്ടൈൽ ഇമേജിന്റെ ഒക്കെ എക്സാമ്പിൾ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് എഴുതാം. ഇനി വിഷ്വൽ ഇമേജിന്റെ എക്സാമ്പിൾ ചോദിച്ചാലോ? ഇഷ്ടം പോലെ ഇല്ലേ? ഇഷ്ടം പോലെ ഉണ്ട്. അതിനകത്ത് കാണുന്ന ഫ്ലവേഴ്സും അതുപോലെ ബേർഡ്സും അതുപോലെ അതിനകത്ത് കാണുന്ന ട്വിഗ്സും അതുപോലെ പല കാര്യങ്ങളും കേട്ടോ, മുളച്ചു പൊന്തുന്ന ചെറിയ ചില്ലുകളും, അങ്ങനെ അതിനകത്ത് പറയുന്ന എല്ലാവരും നമുക്ക് കാണാൻ പറ്റിയ കാര്യങ്ങളാണ് കേട്ടോ. അപ്പൊ അതൊക്കെ അതിനകത്ത് വിഷ്വൽ ഇമേജ് ആയിട്ട് നമുക്ക് എഴുതാൻ പറ്റുന്നതാണ്. വിഷ്വൽ ഇമേജ് ഇഷ്ടം പോലെ എഴുതാൻ പറ്റും കേട്ടോ. സോ ഇമേജറി ഇതിനകത്ത് ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യമാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ചോദ്യങ്ങൾ. യെസ്, നോക്കാം കേട്ടോ. പിന്നെ വേറെ കാര്യം ഞാൻ പറഞ്ഞില്ല, ഇതിനകത്ത് വരുന്ന ഒരു ചോദ്യമാണ് അപ്രീസിയേഷൻ കേട്ടോ. അപ്പൊ ഉറപ്പിച്ചോ, അപ്രീസിയേഷൻ ഉറപ്പിച്ചോ. അപ്രീസിയേഷൻ ചോദിക്കുകയാണെങ്കിൽ അതെങ്ങനെ വൃത്തിയായിട്ട് എഴുതാം? ഇതേ നോക്കിയേ, അപ്രീസിയേഷൻ എഴുതുന്ന രീതി. നല്ലൊരു അപ്രീസിയേഷൻ ആണെങ്കിൽ ഇത്രയും ഫാക്ടേഴ്സ് കൃത്യമായി അവിടെ ഉണ്ടായിരിക്കണം. എന്തൊക്കെയാണ്? ഫസ്റ്റ്, ഇൻട്രൊഡക്ഷൻ ഓഫ് ദ പോയം, അബൌട്ട് ദ ഓതർ. ആരാണ് ഓതർ? മെയിൻ തീം എന്താണ് അതിനകത്തുള്ള ആ പോയത്തിലുള്ള ആ കാര്യങ്ങൾ പറയാം. നെക്സ്റ്റ്, ലിറ്ററൽ മീനിങ്, വാക്യങ്ങളുടെ അർത്ഥം, കൃത്യമായ വാചകങ്ങളുടെ അർത്ഥം. അതിന് നമുക്ക് പാരാഫ്രൈസിംഗ് എന്നും കൂടി പറയാം. അതിനർത്ഥം ഓരോ വരിയുടെയും അർത്ഥം നിങ്ങൾ എഴുതണമെന്ന്. ഓരോ വരിയുടെയും ആ പോയത്തിലെ ഓരോ വരിയുടെ അർത്ഥം നിങ്ങൾ എഴുതി പോകണം. മനസ്സിലായി? സെന്റൻസ് ആയിട്ട് എഴുതി പോകണം. പിന്നെ അതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന ഇമേജറി, ഇമേജസിനെ പറ്റി പറയാം, അതിന്റെ മീനിങ് ഒക്കെ പറയാം. ലിറിക്കൽ ക്വാളിറ്റീസ് എന്ന് പറഞ്ഞാൽ സൗണ്ട്, അതിന്റെ എന്താണ്, അതിനകത്ത് ഏത് രീതിയിലുള്ള റൈംസ്. റൈംസ് എന്ന് പറഞ്ഞ സാധനം അറിയില്ലേ? റൈം എന്താണ്? ഒരേപോലെ വരുന്ന വാക്കുകളെയാണ് റൈം എന്ന് പറയാം. റൈം ചെയ്യുന്ന വാക്കുകൾ ഏതാണ്? അലിട്രേഷൻ, നമ്മളിപ്പോ പറഞ്ഞ അലിട്രേഷൻ പറയാം. പോയിന്റ് ഡിവൈസസ്, സിമിലി, മെറ്റഫോർ, പെർസോണിഫിക്കേഷൻ എക്സെട്ര പറയാം. സിമിലി എന്ന് പറഞ്ഞ എന്താണ്? ഒരേപോലെ രണ്ട് കാര്യങ്ങളാണെന്ന് പറയുന്ന കാര്യത്തെയാണ് സിമിലി എന്ന് പറയുന്നത്. ലൈക്ക് ഉപയോഗിച്ചുകൊണ്ട് അല്ലെങ്കിൽ ആസ് ഉപയോഗിച്ചുകൊണ്ട് രണ്ട് കാര്യങ്ങളെ ഒരുപോലെയാണെന്ന് പറയുന്നതിന് സിമിലി എന്ന് പറയും. എന്നാൽ ലൈക്കും ആസ് ഒന്നും ഇല്ലാതെ തന്നെ ഒരു സാധനം മറ്റൊന്നാണെന്ന് ഡയറക്റ്റ് ആയിട്ട് പറയുന്നതിനെ മെറ്റഫർ എന്ന് പറയും. ഇതൊക്കെ നമുക്ക് അതിനകത്ത് കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ. അപ്പൊ അതൊക്കെ നമുക്ക് വിവരിക്കാം അതിനെപ്പറ്റി. ഫിഗറേറ്റീവ് മീനിങ് ആയിട്ടുള്ള സിമിലി, മെറ്റഫോർ, അതായത് പെർസോണിഫിക്കേഷനെ പറ്റിയൊക്കെ പറയാം. ഇനി ഒരു മെസ്സേജ് കൊടുക്കുക കേട്ടോ. മെസ്സേജ് കൺവേഡ്, ആ പോയത്തിലൂടെ എന്താണ് മെസ്സേജ് ചെയ്യുന്നത്? ജസ്റ്റിഫിക്കേഷൻ കൊടുക്കുക. അതിനൊരു അവസാനം ഒരു എവാലുവേഷൻ ഓഫ് ദ പോയം. ആ പോയം എങ്ങനെയുള്ള പോയം ആണെന്ന് നമ്മൾ ഒന്ന് ഇവാലുവേറ്റ് ചെയ്ത് പറയാം. ദിസ് ഈസ് ദ അപ്രീസിയേഷൻ ഓഫ് എ പോയം, ഓഫ് എനി പോയം. ഏത് പോയം ആയാലും ഇതാണ് ഏറ്റവും ബെസ്റ്റ് അപ്രീസിയേഷൻ കേട്ടോ. ഈ ഘടകങ്ങൾ, ഈ ഫാക്ടേഴ്സ് ഉണ്ടോ നോക്കാം. ഓക്കെ അല്ലേ? നമ്മൾ സ്റ്റഡി മെറ്റീരിയൽ ഉണ്ട്, നിങ്ങളിട്ട് നോക്കിക്കോ. ഇതെല്ലാം കൃത്യമായി ചേർന്നിട്ടുള്ള ഒരു അപ്രീസിയേഷൻ അവിടെ കിടപ്പുണ്ട്. ഈ കാണുന്നതാണ് ആ അപ്രീസിയേഷൻ ഓഫ് ദ പോയം. ഓക്കെ അല്ലേ? വായിക്കണം കേട്ടോ, അടിപൊളിയായിട്ട് വായിക്കണം. അപ്പൊ നമുക്ക് കഴിഞ്ഞ വർഷങ്ങളിൽ ഈ പോയത്തിൽ നിന്ന് വന്നിട്ടുള്ള ചോദ്യങ്ങൾ ഏതൊക്കെയാണെന്ന് വെറുതെ ഒന്ന് ഓടിച്ചു നോക്കാം. നോക്കിക്കേ, 2023 ചോദിച്ച ചോദ്യങ്ങൾ നോക്കി. പോയത്തിന്റെ ക്വസ്റ്റ്യൻസ് അതിനകത്ത് ഒരുപാടുണ്ട്. വരുന്ന നോക്കിയാൽ വാട്ട് ട്രിഗേർഡ് സാഡ് തോട്ട്സ് ഇൻ ദ പോയറ്റ്സ് മൈൻഡ്. പോയറ്റ്സിന്റെ മൈൻഡിൽ എന്താണ് സാഡ് തോട്ട്സ് ഉണ്ടാക്കിയത്? കണ്ടോ, അടുത്ത ചോദ്യം നോക്കി. പിക്ക് ഔട്ട് ആൻ ഇൻസ്റ്റൻസ് ഓഫ് ഹൈപ്പർബലെ ഫ്രം ദ ലൈൻസ് ഗിവൺ അബോവ്. മുകളിലെ ലൈൻസിൽ നിന്ന് ഹൈപ്പർബലെ എടുത്ത് എഴുതാൻ പറഞ്ഞിരിക്കണം കണ്ടോ. അപ്പൊ മറ്റേ 1000 ബ്ലെൻഡഡ് നോട്ട്സ് കേട്ട കാര്യം എടുത്ത് എഴുതണം. വാട്ട് ഡിഡ് നേച്ചർ ലിങ്ക് ദ ഹ്യൂമൻ സോൾ ടു? അത് ചോദ്യമാണ്. റൈറ്റ് ദ റൈം സ്കീം ഓഫ് ദ ഫസ്റ്റ് ആൻസർ. റൈം സ്കീം എഴുതാൻ പറഞ്ഞിരിക്കുകയാണ്. അതായത് റൈം ചെയ്യുന്ന വാക്കുകളുടെ ഒരു ക്രമം എങ്ങനെയാണ്? എ ബി ബി ആണോ, എ ബി ആണോ എന്നുള്ളതാണ് റൈം സ്കീം. വിച്ച് ലൈൻസ് ഇൻ ദ പോയം പേഴ്സോണിഫൈ ഫ്ലവേഴ്സ്? ഉണ്ടോ, ഫ്ലവറിനെ പേഴ്സോണിഫൈ ചെയ്യുന്ന, അല്ലെങ്കിൽ എവറി ഫ്ലവർ എൻജോയ്സ് ദ എയർ ഇറ്റ് ബ്രീത്ത്സ് എന്ന് പറഞ്ഞില്ലേ? അതിനർത്ഥം അവിടെ പേഴ്സോണിഫിക്കേഷൻ ഇടുന്ന പറഞ്ഞത്. ദാറ്റ് മീൻസ് ഫ്ലവറിനെ പേഴ്സോണിഫൈ ചെയ്യുകയാണ്, അതായത് മനുഷ്യന്റെ ഗുണങ്ങൾ വെച്ചു കൊടുക്കുകയാണ്. അത് ഏത് ലൈനിലാണ് പറഞ്ഞിരിക്കുന്നതെന്ന് മുകളിലത്തെ പോയത്തിൽ നിന്ന് എടുത്ത് അങ്ങനെ എഴുതുക. ഒരു മാർക്ക് അവിടെ കിട്ടി കേട്ടോ. ഇതാണ് ചോദ്യങ്ങൾ. ഇനി 2023 നമുക്ക് 2019 ചോദ്യം വന്നത് എന്താണെന്ന് നോക്കാം. ഏതായാലും ഈ 2 കൊല്ലങ്ങളിലും ഈ പോയത്തിന്റെ തന്നെ അപ്രീസിയേഷനും ഈ പോയത്തിന്റെ തന്നെ ക്വസ്റ്റൻ ആൻസറും ചോദിച്ചിട്ടുണ്ടല്ലോ. അതാണ് പ്രത്യേകിച്ച് ഞാൻ എടുത്ത് പറയുന്നത് കേട്ടോ. വാട്ട് ഡസ് ദ പോയറ്റ് മീൻ ബൈ ദ എക്സ്പ്രഷൻ 1000 ബ്ലെൻഡഡ് നോട്ട്സ്? നല്ലൊരു ചോദ്യം, നമ്മളുടെ പോയത്തിന്റെ തുടക്കത്തിൽ തന്നെയുള്ള ചോദ്യമാണ് കേട്ടോ. വൈ ഡിഡ് ദ പ്ലസന്റ് തോട്ട്സ് ബ്രിങ് സാഡ് തോട്ട്സ് ടു ദ പോയറ്റ്സ് മൈൻഡ്? പിക്ക് ഔട്ട് ആൻ എക്സാമ്പിൾ ഓഫ് ഓഡിറ്ററി ഇമേജ് ഫ്രം ദ ഗിവൺ ലൈൻസ്. നേരത്തെ പറഞ്ഞ സാധനം ഓഡിറ്ററി ഇമേജ്. നമ്മൾ വായിക്കുമ്പോൾ കേൾവി അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും കേട്ടതായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് ഓഡിറ്ററി ഇമേജ്. എടുത്തെഴുതാം.
ഐഡന്റിഫൈ ദ ലൈൻസ് ദാറ്റ് ടെൽ us nature is linked to the soul of human. കേട്ടോ. അപ്പോൾ മനുഷ്യന്റെ ഹൃദയമായിട്ട് എങ്ങനെ പ്രകൃതി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് പറയുന്ന ആ വരി എടുത്ത് എഴുതാൻ പറയും. അതും സിമ്പിൾ ആയിട്ട് എടുത്ത് എഴുതാൻ പറ്റും. ഓക്കെ അല്ലേ? സോ നിങ്ങൾക്ക് തന്നിരിക്കുന്ന ഈ പോയത്തിന്റെ ക്വസ്റ്റ്യൻസുകളിൽ പിടിച്ചോ, എ ലെവൽ ക്വസ്റ്റ്യൻസ് ഇതെല്ലാം ആയിരിക്കാം കേട്ടോ. ക്വസ്റ്റ്യൻസ് 8, 9, 10, 11. ഞാൻ പ്രത്യേകിച്ച് ഇത് ഉൾപ്പെടുത്തിയത് എന്താണ്? ദിസ് ഇസ് ദ ക്വസ്റ്റ്യൻസ് അബൌട്ട് ദ പോയറ്റിക് ഡിവൈസസ്. ആ ഗൈഡ്സിലും അതുപോലെ നമ്മുടെ ടെക്സ്റ്റിലും കൊടുത്തിരിക്കുന്ന ക്വസ്റ്റ്യൻസ് നോക്കിയാൽ അറിയാം ഇത് പോയറ്റിക് ഡിവൈസസിനെ പറ്റിയുള്ള ക്വസ്റ്റ്യൻ ആണ്. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. അതുകൊണ്ട് ഞാൻ എ ലെവലിൽ പെടുത്തിയിരിക്കുന്നു. ബാക്കി ക്വസ്റ്റ്യൻസിനെ നമുക്ക് ബി ലെവൽ ക്വസ്റ്റ്യനിൽ പെടുത്താം. 1, 2, 3, 4, 5 and 6 and again വീണ്ടും കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതെല്ലാം നമുക്ക് ബി ലെവൽ ക്വസ്റ്റ്യൻസ് പെടുത്താം. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മളുടെ പോയം, ബ്യൂട്ടിഫുൾ പോയം ലൈൻസ് റിട്ടൺ എയർലി സ്പ്രിംഗിലെ ക്വസ്റ്റ്യൻസും അപ്രീസിയേഷനും. നന്നായിട്ട് പഠിച്ചോളണം, അടിപൊളിയായിട്ട് സ്കോർ ചെയ്യാൻ പറ്റും കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് ഈ ഒരു യൂണിറ്റ് നമ്മൾ ഫിനിഷ് ചെയ്തല്ലോ, നമ്മുടെ ഫസ്റ്റ് യൂണിറ്റ്. അപ്പൊ 2 സ്റ്റോറിയുമായി നമ്മുടെ പോയമായി. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ നമുക്ക് നമ്മുടെ നെക്സ്റ്റ് യൂണിറ്റ് ദ ഫ്രെയിംസ് അതിനെ പറ്റി സംസാരിക്കാം. ഓക്കെ, അപ്പൊ ഇപ്പൊ തൽക്കാലത്തേക്ക് സൈനിങ് ഓഫ്. ബൈ ബൈ.